ഈ വിവരമാണ് നിങ്ങളോട് പറയാനുള്ള ഒന്ന്. രണ്ടാമത്തേത്, ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തടയണമെന്ന ഉദ്ദേശത്തിൽ മാത്രം ചില വ്യക്തികൾ നോളേജ് സിറ്റിക്കെതിരായി നൽകിയുള്ള കേസിൽ 100% ഞങ്ങൾ വിജയിക്കുകയും അവർ പരാജയപ്പെടുകയും ചെയ്തു. ആ സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുന്നു. ബർക്കത്ത് നോളേജ് സിറ്റി നടത്തുന്നത് വന്യ സങ്കേതത്തിലാണെന്നും അത് തടയണമെന്നും മുമ്പോട്ട് പോകാനുമുള്ള എല്ലാവിധ അധികാരത്തോടുകൂടി ഞങ്ങൾക്ക് വിധി തന്നിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നോളേജ് സിറ്റിയുടെ ഓരോ പദ്ധതിയും ജാതിമതഭേദമന്യേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്ക്, വിശിഷ്യ കേരള നാട്ടിന്റെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ആത്മീയപരമായും ഭൗതികപരമായും എല്ലാവിധത്തിലും പുരോഗതി നേടാനുള്ള മാർഗങ്ങൾ മാത്രമാണ് ബർക്കത്ത് നോളേജ് സിറ്റിയിൽ ഉള്ളത്. അതിൽ തടസ്സം നിൽക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ മാത്രമല്ല, അവർ ജനങ്ങളുടെയും ശത്രുക്കളാണ്, അവർ വിദ്യാഭ്യാസത്തിന്റെ ശത്രുക്കളാണ്, സമുദായത്തിന്റെയും എല്ലാവിധ നന്മയുടെയും ശത്രുക്കളാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ ശത്രുവിന്റെയും തെറ്റായ റിപ്പോർട്ടുകൾ കൊണ്ട് കോടതി തെറ്റിദ്ധരിക്കുകയും കോടതി അവർക്ക് അനുകൂലമായി ഞങ്ങൾക്കെതിരെ സ്റ്റേ കൊണ്ടുവരികയുമായിരുന്നു ചെയ്തിരുന്നത്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ അത് വളരെ സത്യമായി ഞങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ഇവിടെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് വിധി അനുകൂലമായി ലഭിച്ചു. അതിന് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും അതുപോലെ ഹരിത വകുപ്പിന്റെ മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യമായ അഫിഡവിറ്റ് ഞങ്ങൾക്ക് കൃത്യമായ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്രകാരം CTP ആണ് മറ്റൊന്ന് പ്രതിയായിട്ടുണ്ടായിരുന്നത്. CTPയും ശരിയായ നിലക്ക് ഞങ്ങൾക്ക് അഫിഡവിറ്റ് തന്നിട്ടുണ്ട്. വേറെ ഒന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നായിരുന്നു അഫിഡവിറ്റ് കിട്ടേണ്ടത്. അവരും ശരിയായ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കേരളത്തിലെ പഞ്ചായത്ത്, അതുപോലെ തഹസിൽദാർ, കോഴിക്കോട് ജില്ലാ കലക്ടർ, ഇവരെല്ലാവരുമാണ് ഇതിന് സാക്ഷി പറയേണ്ടിയിരുന്നത്. അവരും വളരെ ഭംഗിയായി വൃത്തിയായി ഇവിടെ യാതൊരുവിധ അപകടവും ഇല്ലെന്നും ഇവിടെ പരിസ്ഥിതിക്ക് ദോഷകരമായി മറ്റൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നും അവിടെ നല്ല നിലയിൽ തന്നെയുള്ള പദ്ധതിയാണ് നടക്കുന്നത്, നിയമവിധേയമായാണ് നടക്കുന്നത് എന്ന് അവരെല്ലാവരും ഞങ്ങൾക്ക് അഫിഡവിറ്റ് കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ആ നൽകിയതിന്റെ പേരിൽ കൂടിയാണ് ഈ കേസിൽ ഇത്രയും പെട്ടെന്ന് വളരെ അനുകൂലമായ ഒരു വിധി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു പൊതുസ്ഥാപനം, ജാതിമത ഭേദമന്യേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പുരോഗതിക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ഇതിന്റെ വസ്തുത എത്തിച്ചു കൊടുക്കണമെന്ന്
വാർത്താ മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നു. ഗവൺമെന്റിനോടും മറ്റ് ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി ഞങ്ങൾക്ക് എഴുതി തന്ന എല്ലാവരോടും ഞങ്ങളുടെ കൃതജ്ഞതയും നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. കൊടുത്തില്ല. ഇതുമായി ബന്ധപ്പെട്ടത് തീർന്നിട്ട് നമുക്ക് പിന്നീട് പറയാം. യുനാനി മെഡിക്കൽ കോളേജ് ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ കേരള. കേരളത്തിൽ ആദ്യമായിട്ടാണ് യുനാനി മെഡിക്കൽ കോളേജ് വരുന്നത്. മർക്കസ് നോളജ് സിറ്റിയുടെ രണ്ടാമത്തെ പ്രൊഫഷണൽ കോളേജാണ്. അതിന്റെ പ്രിൻസിപ്പലാണ് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ മൻസൂരി സാർ. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഉണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരത്തെ പുറത്തു പോയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, കർണാടകയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും. ഇതോടുകൂടി മലയാളികൾക്ക് പഠിക്കാൻ സൗകര്യപ്പെടുന്നതിന് പുറമെ മറ്റ് സ്റ്റേറ്റുകാർക്കും കൂടെ മാതൃകയായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു യുനാനി മെഡിക്കൽ കോളേജായിട്ട് നടത്താനാണ് മർക്കസ് നോളജ് സിറ്റി ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പള് ഈ നാട്ടുകാരനല്ല, നേരത്തെ എവിടെയായിരുന്നു? ബോംബെയിലെ യുനാനി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. യുനാനി രംഗത്തെ വളരെ കാലം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളിതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ കോളേജിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോ ഞങ്ങൾ അവിടെ തന്നെയാണ് ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. മർക്കസ് നോളജ് സിറ്റി വരുന്ന ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് കോഴിക്കോട് സബ് കോടതിയിൽ ഒരു കുടുംബം കേസ് കൊടുത്തിട്ടുണ്ട്. പലകുന്നത്ത് കൊള്ളായിരുന്നു. അത് കേസുകൾ ഏതുകൊണ്ടായിരിക്കാം, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് സ്ഥലത്തെ യാതൊരു കേസുമില്ല. സ്ഥലമുടമകളെ എതിർകക്ഷികളാക്കി കൊടുത്തിരിക്കുന്ന ഹർജിയിലെ കോടതി പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കരുതും മരം വെട്ടരുതും തുടങ്ങിയ ഉത്തരവിട്ടു എന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. അതൊന്നും കാണുന്നു, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവും കിട്ടിയിട്ടില്ല. കേരള ലാൻഡ് റിഫോർമേഷൻ ആക്ട് ഒക്കെ അറിയാത്ത ആളുകളാവും പക്ഷേ പരാതി കൊടുത്തിട്ടുണ്ടാവുക. 100 വർഷം മുമ്പ് ആ ഭൂമി അവരുടെ മുൻഗാമികളുടെ ജന്മിത്വത്തിലുള്ളതായിരുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ കേസ് മെയിൻറ്റനബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ 3-ാം തീയതി ആർഗ്യുമെന്റ് നടക്കുകയാണ്. കേസ് കോടതിക്ക് പരിഗണിക്കാൻ മെയിൻറ്റനബിൾ ആണോ അല്ലേ, അതിനുശേഷമല്ലേ അത് സംസാരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഇപ്പോൾ യാതൊരു തടസ്സവുമില്ല. ഇനി അങ്ങനെ ആരെങ്കിലും തടസ്സം ഉന്നയിച്ച് വരുമ്പോൾ അതിനെ നേരിടും, രേഖ കൊണ്ട് നേരിടും. ഇതുമായി ചേർത്ത് പറയേണ്ട ഒരു സംഗതി, മർക്കസ് നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഗ്രീൻ ട്രിബ്യൂണലിൽ ഉണ്ടായിരുന്ന കേസ് 8 മാസം കൊണ്ടാണ് ഡിസ്പോസ് ആവുന്നത്. ചെന്നൈ ഹൈദർ ട്രിബ്യൂണലിലെ ഇന്നലത്തെയും കോസ്റ്റ് ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, 2013 ഉൾപ്പെടെയുള്ള കേസുകൾ ഇന്നലെ ആർഗ്യുമെന്റ് നടക്കുന്നുണ്ട്. മർക്കസ് നോളജ് സിറ്റിയുടെ കേസ് 8 മാസം കൊണ്ട് ഡിസ്പോസ്. ഒന്ന്, ബഹുമാനപ്പെട്ട ഉസ്താദിനകത്തുള്ള പ്രൊഫഷണൽ ടീമിന്റെ കോർഡിനേഷനും വർക്കും കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കേസ് ഡിസ്പോസ് ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ നേരത്തെ ഉസ്താദ് പറഞ്ഞത് പ്രകാരം സർക്കാർ കേസുകളിൽ പോലും സർക്കാരിന് ഉണ്ടാവാറുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു അലംഭാവമുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ മർക്കസ് നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിലെ എല്ലാ വകുപ്പുകളും കേന്ദ്ര പരിസ്ഥിതി വകുപ്പും ഉൾപ്പെടെ വളരെ വേഗതയാർന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട കൗണ്ടർ പെറ്റീഷൻസ് ഫയൽ ചെയ്യാനും കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അവരുടെ റീജിയണൽ ഡയറക്ടറെ നോളജ് സിറ്റി പ്രപ്പോസൽ സൈറ്റിലേക്ക് അയച്ചു. അവരിവിടെ സന്ദർശിച്ച് അവരുടെ സ്റ്റേറ്റ്സ് റിപ്പോർട്ട് കൊടുത്തു. അതുപ്രകാരം പരിസ്ഥിതിക്ക് നാശം വരുത്തുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നില്ലെന്നും തീർത്തും പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നുമാണ് MOEFന്റെ ബാംഗ്ലൂർ സൗത്ത് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ സുസർല കോടതിയിലെ അഫിഡവിറ്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്.
സർക്കാർ കേരള സർക്കാരുകൾ സ്വീകരിച്ച ഈ സമീപനത്തോട് മർക്കസിന് അങ്ങേയറ്റത്തെ നന്ദിയാണ്. ഇനിയൊന്നുമില്ലല്ലോ അല്ലേ? ഓ, ഒരു പരിധിയിലും വരില്ല, എടുത്തുകൊള്ളാൻ പറഞ്ഞില്ലേ കോടതി. അങ്ങനത്തെ ഒരു കസ്തൂരിയുള്ള വല്ല മണം ഉണ്ടാവും അവിടെ, കസ്തൂരിന്റെ. അല്ലാതെ വേറെ അതൊന്നും പെടില്ല അവിടെ. ഇൻഷാ അല്ലാഹ്. പ്രസ് റിലീസിൽ സംബന്ധമായി കൃത്യമായി പറഞ്ഞു. കോടതി പഞ്ചായത്ത് പറയുന്നു അവരുടെ അനുമതിയൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിർമ്മാണം നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം അനുമതി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, അവിടെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് പഞ്ചായത്ത് പൂർണ്ണ അനുമതി നൽകിയിരുന്നുവെന്ന് കോടഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി ട്രിബ്യൂണലിൽ അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട്. ഇനിയൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ദിവസം താങ്കളുടെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രധാനമന്ത്രി കണ്ടത്. കണ്ടു. അതിനെക്കുറിച്ച് പറയാനായിരുന്നു. താങ്കളോട് പ്രസംഗിച്ചു, കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയെ കാണേണ്ട ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഇന്ത്യ തന്നെയാണ്. താങ്കൾക്ക് ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രിമാർ വന്നാൽ എല്ലാവരെയും ഞങ്ങൾ കാണാറുണ്ട്. കഴിഞ്ഞ കാലത്തും പ്രധാനമന്ത്രിമാരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. മൻമോഹൻ സിംഗിനെ കണ്ടിട്ടുണ്ട്, വാജ്പേയിയെ കണ്ടിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയെ ആ കാലത്തുള്ളവർ കണ്ടിട്ടുണ്ട്, രാജീവ് ഗാന്ധിയെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇന്ത്യൻ ജനതയുടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിന്റെയും പിന്നോക്ക സമുദായത്തിന്റെയും എല്ലാം വിഷയങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. ഒരു ഗൗരവമായത് പറയാനില്ല. രാജ്യത്തിന്റെ വിഷയങ്ങളൊക്കെ എപ്പോഴും ഗൗരവം തന്നെയാണല്ലോ. ആശങ്ക എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആശങ്ക എന്നോ പ്രതീക്ഷ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക സമുദായത്തിന്റെയും കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യങ്ങൾ പൊതുവിലും എല്ലാം കൂടിയാണ് ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളത്. അതൊരു ആശങ്കയുടെ പേരിലോ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ പേരിലോ ഒന്നുമല്ല. ഒരു പുതിയ പ്രധാനമന്ത്രി വന്നാൽ ആ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇന്ത്യൻ മുസ്ലിംകളുടെ കാര്യം പ്രത്യേകിച്ചും മനസ്സിലാക്കി കൊടുക്കൽ മുസ്ലിം സമുദായത്തിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെ നേതൃത്വം വഹിക്കുന്ന സുന്നി പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തിട്ടുള്ളത്. ഈ സ്വകാര്യ സർവകലാശാലയ്ക്കുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു അപേക്ഷ കൊടുക്കുന്നത് ആ രീതിയിലൊരു വലിയ സംരംഭമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അങ്ങനെ ഒരു സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ട് സമീപിക്കുന്നുണ്ടോ? ആൻസർ ഈസ് യെസ്. ഞങ്ങളതിന്റെ പ്രോജക്ട് റിപ്പോർട്ടിന് ഇവിടുത്തെ മുതിർന്ന റിട്ടയർഡായ ഒരു വൈസ് ചാൻസലർ തന്നെ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടിയ ഉടൻ ആ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ലക്ഷ്യം. മർക്കസ് നോളജ് സിറ്റിയുടെ അൾട്ടിമേറ്റ് എയിം എഡ്യൂക്കേഷനിലെ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുണ്ടാവുക തന്നെ ചെയ്യും. അതായത് ഇപ്പം സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ ബേസിക്കലി നിങ്ങൾ അത്ര ഒരു ആവശ്യം ഉന്നയിച്ച് പോകുമോ എന്നാണ്? ഉണ്ട്, ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ്, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഒരു ലക്ഷ്യം. മർക്കസ് നോളജ് സിറ്റിയുടെ എല്ലാ എഡ്യൂക്കേഷൻ കമ്പോണൻസിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, മർക്കസ് യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് പ്ലാൻ. നിലവിൽ 2 സ്വകാര്യ സർവകലാശാലയ്ക്കുള്ള ഒരു പ്രപ്പോസലാണ് സംസ്ഥാന സർക്കാരിന് ഇതുവരെ ഉള്ളത്. അത് തൃശ്ശൂർ അതിരൂപതയുടെ ഒരു സ്വകാര്യ സർവകലാശാല. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് മുസ്ലിം ലീഗിനെതിരാണ്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? പൊളിറ്റിക്സ് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ടെക്നിക്കലി ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നു. ഞങ്ങൾ പിന്നെ റിപ്പോർട്ട് കിട്ടിയ ഉടൻ ഞങ്ങൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ള കണ്ടീഷനുകൾ വിദഗ്ധ സമിതി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആ ഇതിൽ ഒതുങ്ങുന്നതുകൊണ്ട്, ആ കംപ്ലയൻസിന് അതിൽ ഒതുങ്ങുന്നതുകൊണ്ട് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി മർക്കസിന്റെ കീഴിൽ
ഞങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും. വലിയൊരു സംരംഭം എന്ന നിലയിലാണ് ചോദിക്കുന്നത്. ഒരു സ്വകാര്യ സർവകലാശാലയെക്കുറിച്ച് പ്രൊജക്ട് തയ്യാറാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അതെ. ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആരെയാണ് അത് പറയുന്നില്ല. ഇത് ഇവിടുത്തെ പ്രഗത്ഭനായ ഒരു റിട്ടയർഡ് വൈസ് ചാൻസലർ തന്നെയാണ് അതിനുവേണ്ടി നാം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അത് ക്രമേണ പുറത്തു വരും. ആ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് തന്നെ കേൾക്കാം. ഈസിയാണ്. സർവകലാശാല പോലെ ഒരു അറബിക് സർവകലാശാല വളരെ കാലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് എന്നല്ല, ഇവിടെ കേരളത്തിൽ അന്താരാഷ്ട്ര അറബിക് സർവകലാശാല അത് തീർച്ചയായിട്ടും വേണം എന്ന് ഞങ്ങൾ ശക്തിമത്തായി വാദിക്കുന്നു. കാരണം അറബി ഭാഷ എന്നത് അത് മുസ്ലിംകളുടെ മാത്രം ഭാഷയല്ല, അത് ജനങ്ങളുടെ ഭാഷയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറബ് രാഷ്ട്രത്തിൽ പോകാം, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറബ് രാഷ്ട്രത്തിൽ പോകാം, ഇവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അറബ് രാജ്യത്തിൽ അന്യ മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് തൊഴിലെടുക്കാം. ഇതെല്ലാം ചെയ്തിരിക്കുമ്പോൾ ഈ ഭാഷ പഠിക്കുന്ന ഒരു കോളേജ് എന്തുകൊണ്ട് വന്നുകൂടാ? ജിജി തോമസാണ് മനസ്സിലാവുന്നത്. ചീഫ് സെക്രട്ടറി ജിജി തോമസാണ് പറഞ്ഞത് രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാവും സർവകലാശാല തുടങ്ങിയത്. അതിന്റെ മറുപടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. മനസ്സിലാക്കി? എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിന്റെ മറുപടിയാണല്ലോ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രി അറബ് രാഷ്ട്രത്തിൽ പോയി സംസാരിക്കുന്നു, അവരുമായി ബന്ധപ്പെടുന്നു. അവിടെ അദ്ദേഹത്തെ ഇന്ത്യയിലുള്ള ലക്ഷങ്ങൾ അറബ് രാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്നു, അവർ അറബി സംസാരിക്കുന്നു. അതുപോലെ മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും എല്ലാം അറബ് രാഷ്ട്രത്തിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ അറബ് രാഷ്ട്രത്തിൽ പോയി പഠിക്കുന്നത്. ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ സാധാരണക്കാർക്ക് അത് പഠിക്കണം. അതൊരു ഭാഷയാണ്. ഓക്കെ, നിർത്തട്ടെ. അറബി ഭാഷ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് ബിസിനസ് ലാംഗ്വേജ് ആണ് വേൾഡിൽ. എല്ലാവർക്കും നന്ദി. ഇത് നമ്മളെ ചെന്നൈയിലെ കേസൊക്കെ നിയന്ത്രിച്ചു മൻസൂർ ഹാജി.